കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ ഇടുക്കിയിലെ മുറിഞ്ഞപുഴയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. മണ്ണ് നീക്കാനുള്ള നടപടികൾ തുടങ്ങി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി. രാഹുൽ, എല്ലാ ജില്ലകളിലും നല്ല മഴയാണ്. ഇടുക്കിയിലെ സാഹചര്യം നമുക്കറിയാം. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോൾ ഈ ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ ഭാഗത്തൊക്കെ നിലവിലെ അവസ്ഥ എന്താണ്? അത് പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗതാഗതം എപ്പോൾ പഴയപടി പുനഃസ്ഥാപിക്കാൻ കഴിയും? ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുക ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുറിഞ്ഞുമൊഴിക്ക് താഴെ പാഞ്ചാലിമേട് എത്തുന്ന വഴിയിലൂടെ വാഹനങ്ങൾ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ ഈ പീരുമേട് ഭാഗത്ത് പെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഈ സംഭവ സമയം വാഹനമൊന്നും കടന്നു പോകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്തായാലും ജാഗ്രത പാലിക്കേണ്ടതാണ്. മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് കൃത്യമായ ജാഗ്രത ഉണ്ടാകണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ മുറിഞ്ഞുപുഴയ്ക്ക് സമീപം ഇടിഞ്ഞു വീണ കല്ലും മണ്ണും നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.